വയലും വീടും. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഭക്ഷ്യവസ്തുക്കൾക്ക് സ്വാദും മണവും നിറവും നൽകാനും കേടുപറ്റാതെ നിർത്താനും നമ്മൾ ഉപയോഗിക്കുന്ന ഉണങ്ങിയ കാർഷിക വിളകളാണ് സുഗന്ധവ്യഞ്ജനങ്ങൾ. കുരുമുളക്, ഏലം, ഇഞ്ചി, മഞ്ഞൾ, ഗ്രാമ്പു, ജാതിക്ക തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് വിശേഷപ്പെട്ടതാകുന്നു. ഇത്തരം വിളകൾ കൃഷി ചെയ്യുമ്പോൾ അതിന്റെ നടീൽ രീതിയും പരിപാലനവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രിയ ശ്രോതാക്കളെ, സുഗന്ധവ്യഞ്ജന കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി ഇന്ന് വയലും വീടും പരിപാടിയിൽ നമ്മോടൊപ്പം ചേരുന്നു മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടിക്കൾച്ചർ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഖിൽ രാജ്. ഡോക്ടർ അഖിൽ രാജിന് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം. അപ്പോൾ മനുഷ്യൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിനൊക്കെ തന്നെ കൂട്ടുനിൽക്കുന്ന പലവിധ സുഗന്ധവ്യഞ്ജന വിളകൾ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. വിപണിയിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് വലിയ മൂല്യം തന്നെയാണ് ഇന്ന് നിലവിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഈ അവസരത്തിൽ ഈ സുഗന്ധവ്യഞ്ജന കൃഷി രീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ കോഴിക്കോട്, മലപ്പുറം ഭാഗങ്ങളിൽ കൃഷി ചെയ്തു വരുന്ന സുഗന്ധവ്യഞ്ജന കൃഷി രീതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ സുഗന്ധവ്യഞ്ജന കൃഷി രീതി എന്നതിനെക്കുറിച്ച് നമുക്ക് വിവരിക്കാൻ പറ്റുന്നത്? നമുക്കാദ്യം എന്താണ് ഈ സുഗന്ധവ്യഞ്ജനം എന്ന് നോക്കാം. അതെ. ഫുഡിൽ, അതായത് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ മണവും ടേസ്റ്റും, ആ ഒരു സ്മെല്ലിനും ടേസ്റ്റിനും വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അത് എന്താണോ അതിനെയാണ് നമ്മൾ സുഗന്ധവ്യഞ്ജനം അല്ലെങ്കിൽ സ്പൈസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുഗന്ധവ്യഞ്ജനം എന്ന് പറഞ്ഞതുപോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ. നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, പലരും നമ്മുടെ കേരളത്തിലോട്ട് വന്നത് തന്നെ സുഗന്ധവ്യഞ്ജനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രത്തോളം എക്സ്പോർട്ടിംഗ് മാർക്കറ്റ് അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ അതിനത്രയും മാർക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അത്രയും ഇമ്പോർട്ടൻസ് ഇതിന് വന്നതും. അപ്പോൾ ഇപ്പോഴായാലും നേരത്തെ ആയാലും നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ അത്രത്തോളം എക്സ്പോർട്ടിങ് നമുക്ക് വരുന്നുണ്ട് ഈ സ്പൈസസ് കാരണം, ഈ സുഗന്ധവ്യഞ്ജനം കാരണം. അപ്പോൾ അതിനാവശ്യമായ കൃഷി രീതികൾ, അപ്പോൾ അത് നല്ല രീതിയിൽ കൃഷി ചെയ്തില്ല എങ്കിൽ നമുക്കതിനാവശ്യമായിട്ടുള്ള നഷ്ടവും ഉണ്ടാകാം. ശാസ്ത്രീയമായി കൃഷി ചെയ്താൽ അതിനുള്ള ലാഭവും നമുക്കുണ്ടാകും. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓരോ വിളയ്ക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊക്കെ വിളകളാണ് ഈ വിദേശത്തു നിന്നും ഇന്ന് നമ്മുടെ സ്വന്തമായി മാറിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ എന്ന് പറയാവുന്നത്? സുഗന്ധവ്യഞ്ജനങ്ങൾ ഇപ്പോൾ ട്രീ സ്പൈസസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് മരങ്ങളിൽ വരുന്ന സ്പൈസസുകൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ജാതിക്ക, അല്ലെങ്കിൽ നമ്മുടെ കറുവപ്പട്ട, അതുമല്ല എങ്കിൽ നമ്മുടെ ഗ്രാമ്പു. ഇതെല്ലാം നമ്മുടെ ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇതൊക്കെ ഇന്തോനേഷ്യയുടെ സ്വന്തം ആയിട്ടുള്ള വിളകളാണ്. അവിടെ ഉണ്ടായിരുന്നു, അവിടെ നന്നായിട്ട് വിളയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിലോട്ട് സന്ദർശിച്ച വിദേശികൾ, അല്ലെങ്കിൽ അപ്പോൾ ഉണ്ടായിരുന്ന ഡച്ചുകാരൊക്കെ നമ്മുടെ നാട്ടിൽ വളർത്തിയെടുത്ത കുറച്ച് വിളകളാണ് ജാതിക്ക, നമ്മുടെ ഗ്രാമ്പു, കറുവപ്പട്ട തുടങ്ങിയവ. അപ്പോൾ ഈ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് തന്നെയാണ് നമ്മുടെ സ്വന്തമായിട്ടുള്ള കുരുമുളക് എന്ന് പറയുന്നത്, അല്ലേ? അതെ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്? കുരുമുളകിന് കറുത്ത പൊന്ന് എന്നൊരു പേരുണ്ട്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ്, അതുപോലെ തന്നെ കറുത്ത പൊന്ന് എന്നും പേരുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം. നേറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. ഇതൊരു പൈപ്പർ ജനുസിൽപ്പെട്ട ഒരു ചെടിയാണ് കുരുമുളക്. അപ്പോൾ പൈപ്പർ ജനുസിൽപ്പെട്ട വേറെയും കുറച്ച് ചെടികൾ നമുക്ക് ഫെമിലിയർ ആയിട്ട് നമുക്ക് അറിയാവുന്ന കുറച്ച് ചെടികളുണ്ട്. അതായത് തിപ്പലി എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന തിപ്പലി, മരുന്ന് തിപ്പലി. അതുപോലെ തന്നെ നമ്മുടെ വെറ്റില നമ്മുടെ കുരുമുളകിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത് പൈപ്പർ നൈഗ്രോ ആണ് നമ്മുടെ കുരുമുളകിൻ്റെത്. വെറ്റിലയുടേത് വരുമ്പോൾ പൈപ്പർ ബീറ്റിൽ. പിന്നെ എല്ലാവരും ഇപ്പോൾ ഫെമിലിയറായിട്ട് കേട്ടുവരുന്നൊരു പുതിയൊരു വെറൈറ്റിയാണ് പൈപ്പർ കൊളുബ്രീനം എന്ന് പറഞ്ഞിട്ട്, അതായത് ബ്രസീലിയൻ തിപ്പലി.
കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാനൊക്കെ നമ്മളതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കുരുമുളകിനെ പറ്റി വേറെ കുറച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുകയാണെങ്കിൽ, ഹയസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കർണാടകക്കാരാണ് കുരുമുളക്. നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇടുക്കി, വയനാടൊക്കെയാണ് ഹയസ്റ്റ് പ്രൊഡക്ഷൻ കേരളത്തിൽ. അതിൻ്റെ ആ ഒരു കാലാവസ്ഥ, ആ ഒരു തണുപ്പൊക്കെ തന്നെയാണ് ആ ഒരു പ്രൊഡക്ഷൻ കൂടാനുള്ള കാരണവും. നമ്മുടെ വേൾഡിൽ നോക്കുകയാണെങ്കിൽ വിയറ്റ്നാമിലാണ് ഹയസ്റ്റ് പ്രൊഡക്ഷൻ. നമ്മൾ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. വിയറ്റ്നാം, ബ്രസീൽ, ഇന്തോനേഷ്യ കഴിഞ്ഞിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം. അതായത് 4ാം സ്ഥാനമാണ് വേൾഡിൽ. പിന്നെ കുരുമുളക് നമുക്കറിയാം ഒരു താങ്ങ് മരത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു വള്ളിച്ചെടി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഏകദേശം ഒരു 20 മീറ്ററോളം വളർന്ന് മുകളിലോട്ട് പോകാനുള്ള കഴിവുണ്ട്. പക്ഷെ നമ്മൾ അത്രയും അതിനെ വളർത്തുന്നില്ല. കാരണം അത് പറിക്കാനുള്ള അല്ലെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ വേരിലോട്ട് വരികയാണെങ്കിൽ ഇതൊരു ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഇതിനില്ല. ഒരു നാരുവേര് പോലെയുള്ള ഒരു മാത്രമേ ഇതിനുള്ളൂ. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 20 മീറ്ററോളം ഹൈറ്റിൽ വളരുമെങ്കിലും ഇതിൻ്റെ വേര് മാക്സിമം ഒരു 1.5-2 മീറ്ററേ വളരൂ. ഇങ്ങനെ ആ ഒരു ചുറ്റുപാടിലും അങ്ങനെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ വളരാൻ ഇഷ്ടപ്പെടുന്ന പടർന്നു പോവാത്ത രീതിയിലുള്ള നാരുവേരുകൾ തന്നെയാണ് പക്ഷെ അതിനുള്ളൂ. ടാപ്പ് റൂട്ട് എന്ന് പറയുന്ന ഒരു, അതായത് ആ തായ് വേര് അതിനില്ല. പിന്നെ അധികം ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമായിരിക്കും ഇതിൻ്റെ തണ്ടിനെ പറ്റി. ഇതിന് 5 ടൈപ്പിൽ വള്ളികളുണ്ട്. ഒന്ന് പ്രധാന തണ്ട്, അതായത് നമ്മൾ നട്ട് മുകളിലോട്ട് വളർന്നു പോകുന്ന ഒരു തണ്ട് ഉണ്ടാവുമല്ലോ, മെയിൻ സ്റ്റെം, അതാണ് പ്രധാന തണ്ട്. അത് ഒരു സ്റ്റെമ്മാണ്, ഒരു ടൈപ്പ്. അടുത്തൊരു ടൈപ്പാണ് ചെന്തലകൾ എന്ന് പറയും, അതായത് റണ്ണർ എന്ന് ഇംഗ്ലീഷിൽ പറയും. നമ്മുടെ ചോട്ടിൽ നിന്ന് മുകളിലോട്ട് വളർന്നു പോകുമല്ലോ, അതിന് നമ്മുടെ ചോട്ടിൽ നിന്ന് ഒരു 1.5 മീറ്റർ വരെ ഹൈറ്റിൽ നിന്ന് വലത്തോട്ടോ ഇടത്തേക്കോ നമ്മുടെ തറയുടെ സമാന്തരമായി വളരാൻ കഴിവുള്ള ഒരു ചെടി, ഒരു വള്ളിയാണ് ചെന്തലകൾ. നമ്മൾ സാധാരണ കട്ടിങ്സ് ഒക്കെ എടുക്കാറില്ല. അടുത്ത ജനറേഷൻ അടുത്ത കട്ടിങ്സ് ഒക്കെ എടുക്കുന്നത് ഈ ചെന്തലകളിൽ നിന്നാണ്. പിന്നെ മേജറായിട്ടുള്ള ഒരെണ്ണമാണ് പാർശ്വശാഖകൾ, അതായത് ലാറ്ററൽസ് അല്ലെങ്കിൽ പ്ലാജിയോട്രോപ്സ് എന്ന് പറയും. അതിൽ നിന്ന് മാത്രമേ നമുക്ക് കുരുമുളക് കിട്ടുള്ളൂ, അതായത് തിരി പിടിക്കുകയുള്ളൂ. വേറെ ഒരു ശാഖയിലും തിരി പിടിക്കില്ല, പാർശ്വശാഖകൾ മാത്രമേ തിരി പിടിക്കുകയുള്ളൂ. അപ്പോൾ കുറ്റിക്കുരുമുളക് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ കുറ്റിക്കുരുമുളക് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ കൊമ്പ് അല്ലെങ്കിൽ ആ ഒരു വള്ളി വെട്ടി മുളപ്പിച്ചെടുത്തിട്ടാണ്. കുറ്റിക്കുരുമുളക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പാർശ്വശാഖകൾ, അതായത് ലാറ്ററൽസിൽ നിന്ന് മാത്രമേ പറ്റുള്ളൂ. ആ തരി വരുന്നില്ലേ, അതിൽ നിന്ന് മാത്രമേ നമുക്ക് കുറ്റിക്കുരുമുളക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞ റണ്ണർ എന്ന് പറയില്ല, അതായത് ചെന്തലകൾ തറയ്ക്ക് സമാന്തരമായി വളരുന്നത്, അതിൽ നിന്ന് നമുക്ക് സാധാരണ വള്ളി ടൈപ്പ് മാത്രമേ ഉണ്ടാക്കി. 5 പ്രധാന ടൈപ്പ് പറഞ്ഞു. അതിൽ 4ാമത്തേതാണ് കേറുതലകൾ, അല്ലെങ്കിൽ നമുക്ക് ടോപ്പ് ഷൂട്ട് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. അതായത് ഏറ്റവും മുകളിൽ പോയി എത്തുമ്പോൾ നമുക്കറിയാം, മുകളിലോട്ട് കയറി പോകുമ്പോൾ ഏറ്റവും മുകളിൽ പോകുമ്പോൾ അതിൻ്റെ ആ ഇൻ്റർനോഡ് അല്ലെങ്കിൽ ആ ഒരു വള്ളികൾ തമ്മിലുള്ള അകലങ്ങൾ, ആ നോഡുകൾ തമ്മിലുള്ള അകലം കുറച്ചൊരു ബുഷി അപ്പിയറൻസിൽ കാണിക്കും. അതായത് ഏറ്റവും മുകളിലുള്ളത് അതിനെയാണ് നമ്മൾ കേറുതലകൾ എന്ന് പറയുന്നത്. അതിൻ്റെയും മുകളിൽ, അതായത് അവിടെ നിന്ന് പോയിട്ട് താഴോട്ട് വെറുതെ തൂങ്ങിക്കിടക്കുന്ന പോലെ ഹാങ്ങിങ് ഷൂട്ട് പോലെ ഒന്ന് കാണും, അതാണ് തൂങ്ങുതലകൾ എന്ന് പറയും. അങ്ങനെ മൊത്തത്തിൽ 5 തരത്തിൽ വള്ളി അതിലുണ്ട്. അപ്പോൾ ആ തൂങ്ങുതലകളിൽ നിന്ന് നമ്മൾ കട്ടിങ്സ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ വേര് വരും. പക്ഷേ അത് അടുത്ത് ജനറേഷൻ, അതായത് അപ്പോൾ ആ വേര് വന്ന് അത് മുളച്ച് നമ്മളിപ്പോൾ എവിടെയെങ്കിലും നട്ടു എന്ന് വെച്ചോ, അത് കായ്ക്കാൻ കാലതാമസം എടുക്കും. പക്ഷേ ഇതിൻ്റെ അത്ര വിളവും കിട്ടുകയില്ല. അപ്പോൾ ഈ അടുത്ത തലമുറയായിട്ട് എടുക്കുന്ന കട്ടിങ്ങിനായിട്ട് എടുക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താഴെ നിന്നുള്ള, അതെ, ആ ചെന്തലകൾ അല്ലെങ്കിൽ ആ റണ്ണർ, അത് തന്നെയാണ് ഗുണകരം എന്ന് പറയുന്നത്. അതെ, അത് തന്നെയാണ് ആ മദർ പ്ലാന്റിന്റെ, ആ മാതൃസസ്യത്തിന്റെ അതേ ഗുണമുള്ളതായിരിക്കുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ചില കർഷകരും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിവില്ലാത്തവർ മേലെ നിന്ന് തൂങ്ങി വരുന്ന, ഇപ്പൊ സൂചിപ്പിച്ചിരിക്കുന്ന ആ ഭാഗമായിരിക്കും എടുക്കുന്നത്. അതെ, അതും എടുക്കുന്നവരുണ്ടാവും. കാരണം അത് വെറുതെ വരുന്നതാണ്, അതിൽ വേറെ കായൊന്നും വരില്ല, വെറുതെ വെട്ടി കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് എടുക്കുന്നതായിരിക്കും. പക്ഷേ ആക്ച്വലി നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിനെ റിമൂവ് ചെയ്ത് കളയുക, അതിനെ നശിപ്പിച്ച് കളയുക. അത് എന്നിട്ടും വേറെ ഗുണങ്ങളൊന്നുമില്ല. ദോഷമെന്ന് പറയാൻ നമ്മൾ കൊടുക്കുന്ന ഫുഡ് അതിനും കൂടെയാണ് പോകുന്നത്. വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ വളവും വെള്ളവും എല്ലാം അതിലേക്കും കൂടെ പോകും. അപ്പോൾ നമ്മൾ അതിനെ കളഞ്ഞാൽ ചെടിക്ക് അത് അത്രയും നല്ലതായിരിക്കും. ഇപ്പം പറഞ്ഞ ഈ കുരുമുളകിൻ്റെ നടിയിലും പരിചരണവും അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടോ നമ്മൾ? അതെ, അതിപ്പോൾ നമ്മുടെ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ മുതൽ നമ്മൾ ആ കുരുമുളകിൻ്റെ പരിചരണം ആരംഭിക്കുകയാണ്. ആ കുരുമുളക് തിരഞ്ഞെടുക്കുന്ന സ്ഥലം കുറച്ച് ചരിവുള്ളതായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വെള്ളം കെട്ടി നിൽക്കാത്ത, നല്ല ചൂടും പക്ഷേ അന്തരീക്ഷ ഈർപ്പവും ഉള്ള സ്ഥലമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. വരൾച്ചയുള്ള, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇടയ്ക്ക് നല്ല വരൾച്ച വരാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള സ്ഥലമാണ് എങ്കിൽ വിളവ് കുറയാനും, അല്ല എങ്കിൽ ആ ചെടി തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യത നമുക്കുണ്ട്.
പിന്നെ എടുക്കുന്ന മണ്ണ് അതിന് നല്ല ജൈവാംശമുള്ളതാണെങ്കിൽ അത്രയും വിളവ് കൂടാനും, പിന്നെ ജലസംഭരണ ശേഷി, അതായത് വെള്ളം പിടിച്ച് നിർത്താൻ കഴിവുള്ള മണ്ണായിരിക്കണം. പക്ഷേ വെള്ളം കെട്ടി നിൽക്കരുത്. കെട്ടി നിൽക്കുകയാണെങ്കിൽ അഴുകൽ ഉണ്ടാകാനും ചെടി നശിച്ചു പോകാനും വേറെ എന്തെങ്കിലും രോഗങ്ങൾ വരാനും ഒക്കെ സാധ്യതയുണ്ട്. പിന്നെ ഇതിന് നടാൻ ഉപയോഗിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, ചെന്തലകളാണ് ഉപയോഗിക്കുന്നത്. അത് അല്ലാണ്ട് നമുക്ക് വിത്ത് വഴിയും മുളപ്പിച്ചെടുക്കാം. പക്ഷേ എന്താ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ കാലതാമസം എടുക്കും. കായ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാലതാമസം, വിത്ത് വഴി മുളപ്പിച്ചെടുക്കുന്നതിന് കാലതാമസം എടുക്കും. പിന്നെ നമ്മൾ കട്ടിങ്സിന് വേണ്ടി എടുക്കുന്നതാണ്, ഞാൻ നേരത്തെ പറഞ്ഞു ചെന്തലകൾ എടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മദർ പ്ലാന്റിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ എല്ലാത്തിൽ നിന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. സാധാരണ 3 വർഷമൊക്കെ ആകുമ്പോഴേ കായ്ച്ചു തുടങ്ങുകയുള്ളൂ. 5 വർഷമെങ്കിലും ആയ മദർ പ്ലാന്റിൽ നിന്ന് മാത്രമേ, മാതൃസസ്യത്തിൽ നിന്ന് മാത്രമേ നമ്മൾ എടുക്കാവൂ. കാരണം അപ്പോഴായിരിക്കും ആ ഒരു ഈൽഡ് ഒന്ന് സ്റ്റേബിൾ ആവുകയുള്ളൂ. സാധാരണയായി നമ്മൾ കുരുമുളക് നടുന്നത് ഞാറ്റുവേല, തിരുവാതിര ഞാറ്റുവേല കാലത്താണ്. ഈ തിരുവാതിര ഞാറ്റുവേല എപ്പോഴാണെന്ന് നമുക്കറിയാം, ജൂൺ ജൂലൈ സമയത്ത്. അതായത് നല്ല മഴയുള്ള കാലവർഷം ശക്തി പ്രാപിക്കുന്ന സമയത്ത്. അപ്പോൾ നേരത്തെ പറഞ്ഞു കുറച്ച് ചരിവുള്ള സ്ഥലത്ത് ആണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ചെടികൾ തമ്മിൽ 2 മീറ്റർ അകലവും ആ വരികൾ തമ്മിൽ 4 മീറ്റർ അകലവും വേണം. പിന്നെ ഒരു പഴമൊഴിയുണ്ട്, മരമറിഞ്ഞ് കൊടിയിറക്കണം എന്നിട്ട്. അതായത് മരത്തിൻ്റെ വലിപ്പം, നമ്മളിപ്പോൾ ഇത് ഒരു താങ്ങിൽ കയറി വരുന്നതാണല്ലോ. അപ്പോൾ താങ്ങിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് എണ്ണം കൂട്ടാം. സാധാരണയായി 2 മുതൽ 3 ആണ് വെക്കുന്നത്. നല്ല വണ്ണമുള്ളതിലാണെങ്കിൽ 5 മുതൽ 6 വരെ നമുക്ക് നടാം. പിന്നെ നടുമ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കണം, നടുന്ന ചെടിയുടെ ചുവട്ടിൽ നിന്ന് ഒരു 15 സെൻറ്റിമീറ്റർ എങ്കിലും മാറി 50 സെൻറ്റിമീറ്ററിൽ, അതായത് നീളം, ആഴം, വീതി ഒരു കുഴിയെടുത്തിട്ട് അതിൽ നമ്മൾ ട്രൈക്കോഡർമയുടെ പൊടി, അതായത് രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈക്കോഡർമ, പിന്നെ വേപ്പും പിണ്ണാക്ക്, ചാണകപ്പൊടി, പിന്നെ മേൽമണ്ണ് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നു. ആ കുഴിയിൽ നിറച്ചതിന് ശേഷം ആ കുഴിയുടെ നടുക്ക് വേണം ആ കുരുമുളക് തൈ വയ്ക്കാൻ. സാധാരണ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി നോക്കുമ്പോൾ കാണാം ആ ചുവട്ടിൽ വെച്ചിട്ടുണ്ടാവും, മരത്തിന്റെ ചുവട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വളം കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കൊടുക്കുന്ന വളം ആ ചെടിക്കും കൂടെ പോവും, അതിൻ്റെ ചുവട്ടിൽ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അക്കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കുരുമുളകിന് പ്രത്യേകമായിട്ട് ഈ തണലാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതല്ലെങ്കിൽ വെയിലേറ്റമുള്ള സ്ഥലമാണോ പ്രാധാന്യമായിട്ട് കൊടുക്കേണ്ടത്? സാധാരണയായിട്ട് കുരുമുളക് കുറച്ച് തണൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. പക്ഷേ ഓപ്പൺ സ്ഥലത്തും, അതായത് നല്ല വെയിലുള്ള സ്ഥലത്തും കൃഷി ചെയ്യാൻ പറ്റിയ ഇനങ്ങളും ഉണ്ട്. എങ്കിലും കുറച്ച് തണൽ കിട്ടുന്ന സ്ഥലത്താണ് അതിൻ്റെ പെർഫോമൻസ് നന്നായിട്ട് കമ്പാരിറ്റീവ്ലി കാണുന്നത്. പിന്നെ സാധാരണ ഉപയോഗിക്കുന്ന ഈ താങ്ങുമരങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മുരിക്ക്, അമ്പഴം, മുരിങ്ങ, സിൽവർ ഓക്ക്, ശീമക്കൊന്നയൊക്കെ നമുക്ക് പച്ചിലവെള്ളമായിട്ട് ഉപയോഗിക്കാം. അതല്ലാണ്ട് തെങ്ങ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. തെങ്ങിൽ നമ്മൾ കയറ്റി വിടാറില്ലേ, തെങ്ങ്, കവുങ്ങ് ഓക്കെ. അപ്പോൾ തെങ്ങിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ തെങ്ങിന് ഒരു 9 വർഷമെങ്കിലും പ്രായമുള്ള തെങ്ങിലേ നമ്മളത് വെക്കാൻ പാടുള്ളൂ. കാരണം വെയിൽ ഭയങ്കര കുറവായിരിക്കും ഈ ചെറിയ പ്രായത്തിൽ. ആദ്യത്തെ 9 വർഷം, അതായത് ആ ഹൈറ്റ് കുറവായിരിക്കും, അപ്പോൾ വെയിൽ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഒരു 9 വർഷമെങ്കിലും പ്രായമുള്ള തെങ്ങിലേ നമ്മൾ വെക്കാൻ പാടുള്ളൂ. തെങ്ങിനാണെങ്കിൽ ചോട്ടിൽ നിന്ന് ഒരു 1.5 മീറ്റർ മാറിയിട്ടേ കുരുമുളക് വെക്കാൻ പാടുള്ളൂ. പക്ഷേ കവുങ്ങിനാണെങ്കിൽ ഒരു 1 മീറ്റർ മാറിയിട്ട് നമുക്ക് ഇത് കുരുമുളക് നടാം. ചോട്ടിൽ തന്നെ വയ്ക്കാതിരിക്കുക. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് കോൺക്രീറ്റിൽ തൂണുകളിൽ വയ്ക്കുന്നത് നമുക്ക് ഫെമിലിയർ ആയിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ സക്സസ് ആയിട്ടുള്ളവരും ഉണ്ട്, കുറച്ച് ഫെയിലിയർ ആവുന്നവരും ഉണ്ട്. ഡയറക്റ്റ് വെയിൽ തട്ടുന്ന സ്ഥലമാണെങ്കിൽ കോൺക്രീറ്റ് അതിനും കുറച്ച് ചൂടുണ്ടാവും, പുറത്തുള്ള ചൂട്, അപ്പോൾ കുറച്ചൊരു വിളവിനൊരു പ്രശ്നം വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുരുമുളകിന് ചെയ്യേണ്ടതും വളപ്രയോഗ രീതി എന്തൊക്കെയാണ്? കുരുമുളകിന് സാധാരണയായിട്ട് വളപ്രയോഗം 1-ാം വർഷവും 2-ാം വർഷവും 3-ാം വർഷവും ചെയ്തുകൊണ്ടേ ഇരിക്കണം. സാധാരണയായിട്ട് ആരും വളപ്രയോഗം അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല കർഷകർ. ഇടയ്ക്കവിടെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വരുന്ന കൂടുതൽ സംശയങ്ങളും ഈ വളപ്രയോഗ രീതിയുമായിട്ടൊക്കെയാണ് വരാറ്. ഇപ്പോൾ യൂറിയ, ഫോസ്ഫറസ്, പൊട്ടാഷ്, നമുക്കൊരു ചെടിക്ക് NPK, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് വേണം. അപ്പോൾ ഇതിൻ്റെ സോഴ്സാണ് യൂറിയ, രാജ്ഫോസ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്. ഇപ്പോൾ 1-ാം വർഷം ഒരു 37 ഗ്രാം യൂറിയ, 94 ഗ്രാം രാജ്ഫോസ്, 83 ഗ്രാം പൊട്ടാഷ്. ഓക്കെ, ഇത് 2 പ്രാവശ്യമായിട്ട് മെയ് ജൂൺ, അതായത് മഴയ്ക്ക് മുമ്പ് 2 മഴയുണ്ടല്ലോ, ഇടവപ്പാതി തുലാവർഷം. അപ്പോൾ ഈ 2 മഴയ്ക്കും തൊട്ട് മുമ്പായിട്ട് ഇതിനെ ഈക്വലായിട്ട് 2ആയിട്ട് സ്പ്ലിറ്റാക്കി 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ 1 വർഷം പ്രായമായിട്ടുള്ളതാണ്. പിന്നെ 3 വർഷം മുതൽ മുകളിലോട്ട് പ്രായമുള്ള ചെടികളിലാണെങ്കിൽ ഒരു 110 ഗ്രാം യൂറിയ, 275 ഗ്രാം രാജ്ഫോസ്, 250 ഗ്രാം പൊട്ടാഷ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 പ്രാവശ്യമായിട്ട് മഴയ്ക്ക് മുമ്പ് ഇട്ട് കൊടുക്കുക, മെയ് ജൂണിലും സെപ്റ്റംബർ ഒക്ടോബറിലും. അതുപോലെ തന്നെ ജലസേചന രീതിയിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അതെ, ജലസേചനത്തിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടയ്ക്ക്
നമ്മുടെ പന്നിയൂർ റിസർച്ച് സ്റ്റേഷൻ, അതായത് കേരള കാർഷിക സർവകലാശാലയുടെ കുരുമുളകിൻ്റെ റിസർച്ച് സ്റ്റേഷനാണ് പന്നിയൂർ. പന്നിയൂരുള്ള ഒരു റിസർച്ച് സ്റ്റേഷനിൽ അവർ സ്റ്റഡി നടത്തിയതിലെ വേനൽക്കാലത്ത്, അതായത് നവംബർ മുതൽ മാർച്ച് വരെയുള്ള സമയങ്ങളിൽ ചെടിക്ക് വെള്ളം കൊടുത്തതിൽ അതിൻ്റെ വിളവിൻ്റെ 50%, വെള്ളം കൊടുത്തതിലും വെള്ളം കൊടുക്കാത്തതിലും അതിൻ്റെ 50%-ഓളം വിളവ് വർദ്ധിക്കുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. അതായത് വേനൽ സമയങ്ങളിൽ ആവശ്യത്തിന് നനവ് അത്യാവശ്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കുരുമുളകിനെ ബാധിക്കുന്ന രോഗങ്ങളായിട്ട് എടുത്ത് പറയാനുള്ളത്? മേജറായിട്ട്, അതായത് ഇമ്പോർട്ടൻ്റായിട്ട് കുരുമുളകിൽ വരുന്നൊരു രോഗമാണ് ദ്രുതവാട്ടം. അതും അല്ലെങ്കിൽ മൂട് ചീയൽ, കടച്ചീയൽ, ചുവട് ചീയൽ എന്നൊക്കെ ലോക്കലായിട്ട് വേറെ പേരുകളും ഉണ്ടാവും. ദ്രുതവാട്ടം എന്ന പേരിൽ പറയുന്ന പോലെ തന്നെ ദ്രുതം വാട്ടം, പെട്ടെന്നങ്ങ് വാടിപ്പോകുന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സിംറ്റം എന്ന് പറയുന്നത്. ഇതൊരു ഫംഗസ് രോഗം ആണ്. മഴ സമയത്ത്, അതായത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പക്ഷേ ഈ ഫംഗസിന് ഏത് പ്രതികൂലാവസ്ഥയിലും നശിച്ചു പോകാണ്ട് മണ്ണിൽ നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ മഴ സമയമാകുമ്പോൾ അതിൻ്റെ ആക്റ്റീവ് സ്റ്റേജ് വരും. അപ്പോഴേക്കും അത് മണ്ണിലൂടെ അല്ലെങ്കിൽ ആ വെള്ളം മണ്ണിൽ തട്ടിയിട്ട് അടുത്ത ചെടികളിലേക്ക് തെറിക്കുമല്ലോ. അപ്പോൾ ആ രോഗം അങ്ങനെ പടരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അറ്റാക്ക് എവിടെയെങ്കിലും കണ്ടു തുടങ്ങി അങ്ങനെയാണെങ്കിൽ അപ്പോൾ തന്നെ ആ ചെടിയെ മൊത്തമായി അങ്ങ് നശിപ്പിക്കണം. നശിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ ഭാഗത്ത് കോപ്പറോക്സി ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കെമിക്കൽ വാങ്ങാൻ കിട്ടും. ഒരു ഫംഗിസൈഡാണ്. ഇതൊരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ചോട്ടിൽ 5 മുതൽ 10 ലിറ്റർ വരെ ആ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ആ സ്ഥലത്ത് 1 വർഷത്തേക്ക് വേറൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ ഈ എടുത്തു എന്ന് പറയുന്നില്ല, ആ രോഗം വന്നത് അതിനെ കത്തിച്ച് കളയുക അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുക. അത് കുറച്ച് ദൂരം മാറ്റി തന്നെ അതിനെ കത്തിച്ച് കളയണം. ഇല്ലെങ്കിൽ നമ്മൾ മണ്ണിലിടുകയാണെങ്കിൽ മണ്ണിൽ അതിൻ്റെ രോഗാണു പിന്നെയും പെരുകും, അടുത്ത ചെടിയിലോട്ട് വരും. പക്ഷേ ഒരെണ്ണം നിർത്തിയിട്ട് ഒരു ചെടിയല്ലേ നശിച്ചുള്ളൂ, കുഴപ്പമില്ല, എന്താണെന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ നിർത്തിയിരിക്കുകയാണെങ്കിൽ അടുത്ത മഴക്കാലത്ത് അതിൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ ചെടിയും ഈ രോഗം ബാധിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഈ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഇഞ്ചി, മഞ്ഞൾ, പല വിളകളും ഉണ്ടല്ലോ. അതിൽ ഒരു വിള കൂടിയാണ് നമ്മുടെ ജാതിക്ക എന്ന് പറയുന്നത്. അതെ, ജാതിക്ക ചില സ്ഥലങ്ങളിൽ മാത്രമേ അത് കണ്ടുവരുന്നുള്ളൂ. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഈ എല്ലാ മണ്ണിലും ഈ ഒരു വിള വളർത്തിയെടുക്കാൻ സാധിക്കില്ല എന്നുണ്ടോ? നമ്മുടെ ജാതി എന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖലാ സസ്യമാണ്. ഇതിപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 1300 അടി മുകളിൽ വരെ മാത്രമേ നമുക്കിതിനെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ചൂടും ഈർപ്പവും ഉള്ള കാലാവസ്ഥയാണ് ഇതിന് അനുയോജ്യം. ചൂടും വേണം, അതിനനുസരിച്ച് ഈർപ്പവും വേണം. പിന്നെ ജാതിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഇന്ത്യക്കാരനല്ല, ഇന്തോനേഷ്യക്കാരനാണ്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് തൃശ്ശൂർ, എറണാകുളം ഭാഗങ്ങളിലാണ് കൂടുതലും. പിന്നെ ഇതൊരു നിത്യഹരിത സസ്യമാണ്. 20-25 മീറ്റർ വരെ ഹൈറ്റ് വയ്ക്കുന്ന, നന്നായിട്ട് പടർന്നു വരുന്ന ഒരു സസ്യമാണ്. ഞാൻ നേരത്തെ കുരുമുളകിൽ പറഞ്ഞ പോലെ തന്നെ കുരുമുളകിൽ ഒരു 5 ടൈപ്പ് വള്ളി ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ജാതിയിൽ നമുക്ക് 2 തരത്തിലുള്ള കൊമ്പുകൾ കാണുന്നുണ്ട്. ഒന്ന് സൈഡിലോട്ട് വളരുന്നതും ഒന്ന് മുകളിലോട്ട് വളരുന്നതും. സാധാരണയായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാനും ബഡ് ചെയ്യാനൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ മുകളിലോട്ട് വളരുന്ന കൊമ്പുകൾ, അതായത് ഓർത്തോട്രോപ്പിക് ഷൂട്ട്സ് എന്ന് പറയും. ആ ഷൂട്ട്, അതായത് മുകളിലോട്ട് വളരുന്ന കൊമ്പിൽ നിന്ന് മാത്രമേ നമ്മൾ ബഡ് ചെയ്യാനായാലും ഗ്രാഫ്റ്റ് ചെയ്യാനായാലും കൊമ്പുകളോ അല്ലെങ്കിൽ ആ ബഡോ എടുക്കാറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നടിയിലോട്ട് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല തണലും കുറച്ച് ഇപ്പോൾ ജാതി കൃഷി കണ്ടിട്ടുള്ള എല്ലാ സ്ഥലത്തും നല്ല ഓപ്പൺ സ്ഥലത്തായിരിക്കില്ല നിൽക്കുന്നത്. ഒന്നുകിൽ തെങ്ങിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിൻ്റെ ഇടയിലായിരിക്കും. അപ്പോൾ ആ ഒരു ചെടിയുടെ സ്വഭാവം നമുക്ക് അപ്പം തന്നെ മനസ്സിലാക്കാം. കുറച്ച് തണലും ഈർപ്പമുള്ള സ്ഥലം തന്നെ ആയിരിക്കണം ജാതിക്ക് വേണ്ടത്. ഒട്ടും വരൾച്ച ഇതിന് താങ്ങാനുള്ള കഴിവ് ഇല്ല. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ വെള്ളം കെട്ടി നിൽക്കുന്നതും താങ്ങാനുള്ള കഴിവിതിന് ഇല്ല. പിന്നെ തെങ്ങിൻ തോപ്പിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ 4 തെങ്ങിൻ്റെ ഇടയിലായിട്ട് ഒരു ജാതി വെക്കുക. പിന്നെ 2 ജാതികൾ തമ്മിൽ ഒരു 8 മുതൽ 9 മീറ്റർ ഡിസ്റ്റൻസും ഒരു അകലവും നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ തനിവിളയായിട്ടാണ് നമ്മളതിനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 6 മീറ്റർ മതിയാവും. പക്ഷേ തണൽ മരങ്ങൾ എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കുക. ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഈ മഞ്ഞളും അതുപോലെ തന്നെ ഇഞ്ചി, ഇവയൊക്കെ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകമായി? ഇത് ഇടവിളയായിട്ട് കൃഷി ചെയ്യുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? ഇഞ്ചി നമുക്കറിയാം കേരളത്തിൽ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഔഷധ സസ്യമെന്നും പറയാം, സുഗന്ധവ്യഞ്ജനമെന്നും പറയാം. അപ്പോൾ ഇഞ്ചിയെ സുഗന്ധവ്യഞ്ജനങ്ങളിലെ ഔഷധ രാജാവെന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ സുഗന്ധവ്യഞ്ജനവുമാണ് ഔഷധവുമാണ്. ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു പഴമൊഴിയുണ്ട്, ചുക്കില്ലാത്ത കഷായമില്ല എന്ന്. ചുക്ക് നമുക്കറിയാം, ഉണക്ക ഇഞ്ചിയാണ് ചുക്ക്. അപ്പോൾ ചുക്കില്ലാത്ത കഷായമില്ല എന്നൊരു പഴമൊഴിയുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു പഴമൊഴിയിൽ നിന്ന് തന്നെ അത്രയും മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഉദര സംബന്ധമായ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ ഇതിനൊക്കെയാണ് നമ്മളിത് കൂടുതലും ഉപയോഗിക്കുന്നത്.
ഇത് തെക്ക് കിഴക്കൻ ഏഷ്യയാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനമെങ്കിലും നമ്മുടെ ഇന്ത്യ തന്നെയാണ് ഇപ്പോഴും ഹയസ്റ്റ് പ്രൊഡക്ഷൻ. ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ഇന്ത്യ തന്നെയാണ്. പിന്നെ നമ്മുടെ കോഴിക്കോട് ഇഞ്ചി, നമ്മുടെ കൊച്ചി ഇഞ്ചി, അതിനൊക്കെ ലോക മാർക്കറ്റിൽ വില കൂടുതലാണ്. കാരണം അതിനൊരു നാരങ്ങയുടെ ഒരു ഫ്ലേവർ എക്സ്ട്രാ വരുന്നുണ്ടെന്നാണ്. അത് വേറെ ഒരിടത്തും ആ ഒരു സ്വഭാവ ഗുണം കിട്ടുന്നില്ല. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഇതിന് കിട്ടുന്നുണ്ട്. ഇതിനു വേണ്ടുന്ന വളപ്രയോഗ രീതിയിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടോ? വളപ്രയോഗ കാര്യങ്ങളിൽ വരുമ്പോൾ നമ്മുടെ ഇഞ്ചി ഒരു എക്സോസ്റ്റീവ് ക്രോപ്പാണ്. അതായത് ആ മണ്ണിലുള്ള എല്ലാ വളവും വലിച്ചെടുത്ത് എടുക്കാനുള്ള കഴിവ് ആ സസ്യത്തിനുണ്ട്. അപ്പോൾ ശാസ്ത്രീയമായ വളപ്രയോഗം നമുക്കതിന് കൊടുത്താൽ മാത്രമേ ആവശ്യമായിട്ടുള്ള വിളവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ഒരിക്കൽ കൃഷി ചെയ്ത ആ സ്ഥലത്ത് പിന്നീട് അടുത്ത് ഉടനെ തന്നെ നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞു, അത്രയും മൂലകങ്ങളും എല്ലാം നല്ലോണം വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണ് ഇഞ്ചി. ഇപ്പോൾ സാധാരണയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് ഈ ചെടിക്കും ആവശ്യമാണ്. അപ്പോൾ യൂറിയ, ഫോസ്ഫറസ്, പൊട്ടാഷ് ആണ് ഇതിന് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു സെന്റിലത്തേക്ക് ഉള്ള കാര്യം ഞാൻ പറയുകയാണ്. അപ്പോൾ ഒരു സെന്റിലത്തേക്ക് 1100 ഗ്രാം രാജ്ഫോസും 167 ഗ്രാം പൊട്ടാഷും നടുന്ന സമയത്ത് അടിവളമായിട്ട് ഇട്ട് കൊടുക്കണം. രാജ്ഫോസും പൊട്ടാഷും 1100 ഗ്രാം രാജ്ഫോസും 167 ഗ്രാം പൊട്ടാഷും ഒരു സെന്റിലത്തേക്ക് നടുന്ന സമയത്ത് അടിവളമായിട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നട്ട് 2 മാസം കഴിയുമ്പോൾ മണ്ണ് കയറ്റി കൊടുക്കലും കളയെടുക്കലൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഒരു 325 ഗ്രാം യൂറിയ ഒരു സെന്റിലത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് യൂറിയ ആദ്യമായിട്ട് ഇടുന്നത്. അടുത്ത വളം കൊടുക്കുന്നത് നട്ട് 3-ാം മാസമാണ്. അടിവളമായിട്ട് നമ്മൾ ഇടുന്നു, അത് കഴിഞ്ഞിട്ട് 2-ാം മാസം ഇട്ട് കൊടുക്കുന്നു യൂറിയ മാത്രം. 3-ാം മാസം 325 ഗ്രാം യൂറിയയും 167 ഗ്രാം പൊട്ടാഷും കൂടെ ഇടുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വേറെ പണികളൊന്നും ചെയ്യില്ല. ആവശ്യത്തിന് മണ്ണ് കയറ്റലും കരിയില കൊണ്ട് പുതയിടലും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ വിളവെടുപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കും. സാധാരണയായിട്ട് ഒരു 7 മുതൽ 8 മാസമായിരിക്കും വിളവെടുപ്പിന് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ പച്ച ഇഞ്ചി നമുക്ക് കിട്ടുന്നുണ്ട്, വിത്തിന് വേണ്ടിയും നമ്മൾ എടുക്കാറുണ്ട്. ഇപ്പോൾ പച്ച ഇഞ്ചി ആണെങ്കിൽ ഒരു 6-ാം മാസം മുതൽ തന്നെ, അതായത് നല്ല മെച്ചുവർ ആവുന്നതിന് മുമ്പ് തന്നെ, നല്ല നാര് ഡെവലപ്പ് ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വിളവെടുക്കാം, ഹാർവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ചുക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ 7 മുതൽ 8 മാസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ഇലകളെല്ലാം ഒന്ന് മഞ്ഞളിക്കുന്നത്, ഒന്ന് ഉണങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് നമുക്ക് വിളവെടുക്കാം. അപ്പോൾ ഈ ഇഞ്ചിയുടെ ഈ വിത്ത് പരിചരണം, അതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇഞ്ചിയുടെ വിത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷിയുടെ 40% ചിലവ് വരുന്നത് നമ്മുടെ വിത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1500 കിലോ ഇഞ്ചി ഒരു ഹെക്ടറിലത്തേക്ക് തന്നെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അത്രത്തോളം ചിലവ്, ഞാൻ ഈ പറഞ്ഞ 40% ചിലവ് അതിനു വേണ്ടി തന്നെ വരുന്നു. അപ്പോൾ വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയുന്ന പോലെ തന്നെ കൃഷിയുടെ വിജയവും നമ്മുടെ വിത്തിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ സാധാരണയായിട്ട് 15 മുതൽ 20 ഗ്രാം തൂക്കമുള്ള ഓരോ ഇഞ്ചി കഷ്ണങ്ങളാണ് നടാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്നതാണ് എങ്കിൽ, അല്ല ഇപ്പോൾ നമ്മൾ കർഷകൻ കൃഷി ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ പുതിയൊരു വെറൈറ്റി വാങ്ങാൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കിട്ടുന്നില്ല നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ കർഷകൻ ചെയ്യുന്നത് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെയും നടാൻ വേണ്ടിയിട്ട് കുറച്ച് കാലം നമ്മളതിനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. ആ സീസൺ വരാൻ വേണ്ടിയിട്ട് കുറച്ച് കാലം സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ അഴുകലോ അല്ലെങ്കിൽ രോഗകീടങ്ങളോ എന്തെങ്കിലും വരാനുള്ള സാധ്യതയുണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുമിൾനാശിനിയായിട്ടുള്ള മാംഗോ സബ് ഒരു 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലും ക്യുനാൽഫോസ് എന്ന് പറഞ്ഞൊരു കീടനാശിനി ഒരു 2 ml 1 ലിറ്റർ വെള്ളത്തിലും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഇഞ്ചി വിത്തുണ്ടല്ലോ, ഈ ഇഞ്ചി വിത്ത് ഒരു അരമണിക്കൂർ അതിൽ മുക്കി വെച്ചതിന് ശേഷം തണലത്ത് വെച്ച് ഉണക്കിയെടുത്ത് നമുക്കതിനെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. തണുപ്പുള്ള എവിടെയെങ്കിലും വെച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊരിക്കൽ നമ്മളതിനെ ചെക്ക് ചെയ്യണം. എന്തെങ്കിലും രോഗങ്ങൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗസ് വരുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇത്രയും മതിയാവും നമ്മുടെ വിത്ത് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ കാലാവസ്ഥ വ്യതിയാനം ഇത്തരം ഈ സുഗന്ധവ്യഞ്ജനങ്ങളെ ബാധിക്കുന്നതായിട്ടുണ്ടോ? കാലാവസ്ഥാ വ്യതിയാനം ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു ക്രോപ്പ് കൂടെയാണ് നമ്മുടെ കുരുമുളക്. അപ്പോൾ കുരുമുളകിൻ്റെ ഫ്ലവറിങ് സീസൺ, അതായത് പൂക്കുന്ന സമയം മഴയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു പ്രശസ്തമായിട്ടുള്ളൊരു കാര്യം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു സാമൂതിരിയുടെ ഒരു പ്രസ്താവന: സായിപ്പിന് നമ്മുടെ ചെടിയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, പക്ഷേ നമ്മുടെ ഞാറ്റുവേല കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ, അതായത് ഞാറ്റുവേല എന്ന് പറയുന്ന മഴ സമയം ആണല്ലോ. അപ്പോൾ കുരുമുളക് പൂക്കുന്ന സമയം ആണ് ഈ ഞാറ്റുവേല എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുരുമുളക് പരാഗണം നടക്കുന്നത് ഏത് വഴിയാണ്? വെള്ളം വഴിയാണ് അതിൻ്റെ പരാഗണം നടക്കുന്നത്. പരാഗണം നന്നായിട്ട് നടന്നാൽ മാത്രമേ
കൂടുതൽ തിരിപിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ കാലാവസ്ഥ എന്തായാലും വേറെ ഒരിടത്തും കിട്ടില്ല. ഇപ്പോഴാണ് നമ്മുടെ ഈ സാമൂതിരിയുടെ ഈ ഒരു പ്രശസ്തമായ ഒരു വാക്ക് നമ്മൾ പിന്നെയും ഓർമ്മിക്കേണ്ടത്. അപ്പോൾ കാലാവസ്ഥയും കൃഷിയും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായ ഒരു ബന്ധം തന്നെയാണത്. ഇതിൻ്റെയൊക്കെ വിപണന സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഇതിൻ്റെ വിപണന സാധ്യതയിലോട്ട് വരുമ്പോൾ നമ്മുടെ ഏത് സ്പൈസസ് എടുത്താലും ഏത് സുഗന്ധവ്യഞ്ജനം എടുത്താലും നമുക്ക് വിളവെടുത്ത ഉടനെ തന്നെ വിൽക്കാൻ പറ്റുന്ന സ്റ്റേജിലായിരിക്കുകയില്ല. കുരുമുളകായാലും നമുക്ക് പച്ചയ്ക്കും അതുപോലെ വിൽക്കാം, പക്ഷേ അതിനേക്കാളും വില കൂടുതലാണ് ഉണക്കിയിട്ട് വിൽക്കുമ്പോൾ. അപ്പോൾ ഉണക്കിയിട്ട് വിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണയായിട്ട് ഉണക്കുമ്പോൾ ഒരു കറുത്ത നിറം നമുക്ക് കിട്ടില്ല, ഒരു ചെറിയൊരു ബ്രൗൺ കളറേ കിട്ടുള്ളൂ. അതൊരു കെമിക്കൽ ഇത് നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിനെതിരായിട്ട് നമുക്ക് ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് അതിനെ ഉണക്കിയെടുക്കുകയാണെങ്കിൽ നല്ല കറുത്ത കളർ കിട്ടുകയും ചെയ്യും, അതിന് നല്ല മാർക്കറ്റ് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഇഞ്ചിയുടെ കാര്യം വരുമ്പോഴും അതുപോലെ തന്നെയാണ്. എടുത്ത ഉടനെ തന്നെ നമ്മൾ ഉണക്കി വയ്ക്കുന്നതിനേക്കാളും അതിനെ നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് അതിൻ്റെ പുറത്തുള്ള തൊലികളെല്ലാം കളഞ്ഞ് സ്റ്റോർ ചെയ്ത് ചുക്കായിട്ട് വിൽക്കുന്നതും നേരിട്ട് വിൽക്കുന്നതിനും മാർക്കറ്റിൽ വ്യത്യാസമാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ പച്ച ഇഞ്ചിക്ക് വില ഈ സമയത്ത് കുറവായിരിക്കും, പക്ഷേ നമുക്കത് ഉണക്കി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്കതിനെ വിൽക്കാം. അപ്പോൾ സ്പൈസസ്, അതായത് നമ്മുടെ സുഗന്ധവ്യഞ്ജനത്തിൽ മാർക്കറ്റിംഗ്, അതായത് ഇപ്പോൾ വിറ്റ് പോകില്ല എന്നൊരു പ്രശ്നം നമുക്കിവിടെ അധികം വരാറില്ല. ഇരിക്കുന്തോറും വില കൂടുന്നത് തന്നെയാണ്. ഇത്തരം കൃഷി രീതികൾക്ക് മാത്രമായിട്ട് കർഷകർക്ക് എന്തെങ്കിലും ഈ ഇപ്പം നിലവിൽ എന്തെങ്കിലും പരിശീലന പരിപാടികളോ അങ്ങനെ എന്തെങ്കിലും നിലവിലുണ്ടോ? ഇപ്പോൾ പരിശീലന പരിപാടികൾ സാധാരണയായിട്ട് എല്ലാ ജില്ലയിലും ഓരോ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുണ്ട്. കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുടെ പ്രധാനമായിട്ടുള്ളൊരു ഉദ്ദേശം, പ്രധാനമായിട്ടൊരു മാൻഡേറ്റിൽ വരുന്ന ഒന്നാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കൃഷിഭവൻ റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫാർമർ കൂട്ടായ്മയുണ്ട്, അല്ലെങ്കിൽ ഇത്ര കർഷകർക്ക് ഈ ഒരു സബ്ജക്റ്റ് ഈ ഒരു ഇതിൽ കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർ എപ്പോൾ വേണമെങ്കിലും വന്ന് കൊടുക്കുന്നതായിരിക്കും. എല്ലാ ജില്ലയിലും ഓരോ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോൾ അതുമല്ല എങ്കിൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നമുക്ക് നേരിട്ട് വിളിച്ച് ഇതേപോലെ ഒരു ട്രെയിനിങ് വേണം, ഒരു ഗ്രൂപ്പായിട്ട് ഇത്രയും ഫാർമേഴ്സിനൊരു ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് തന്നെ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഏത് സമയത്തും കർഷകന് ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞാൽ അത് കിട്ടാതിരിക്കില്ല. ഇപ്പോൾ ഒരു ഫാർമർ കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലുള്ള കുറച്ച് പേര് ഞങ്ങളിപ്പോൾ ഇതാണ് കൃഷി ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ ഒരു കാര്യം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ട്രെയിനിങ്ങുകൾ ഫ്രീ ആയിട്ട് തന്നെ കൃഷിഭവനും കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾക്കും കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ സുഗന്ധവ്യഞ്ജന വിളകളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ബന്ധപ്പെടണം എന്നാഗ്രഹിക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി ഡോക്ടറുടെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ഓക്കെ, തീർച്ചയായും. 82 81 54 42 80. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാതെ ഒരു വാട്സപ്പ് നമ്പറാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫോട്ടോ അയച്ചു തന്നാൽ മതി, ഞാനതിൽ മറുപടി നൽകും. എപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ല, ക്ലാസ്സിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ സുഗന്ധവ്യഞ്ജന കൃഷിരീതിയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടിക്കൾച്ചർ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഖിൽ രാജ്. ഡോക്ടർ അഖിൽ രാജിന് വയലും വീടും പരിപാടിയുടെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി. വയലും വീടും പരിപാടി സമാപിക്കുന്നു. വയലും വീടും.